എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഈ ഒരു കേക്കിന്റെ ബേസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെറും 3 ചേരുവകൾ മാത്രം മതി. നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മൈദയോ വീറ്റ് ഫ്ലോറോ എഗ്ഗോ ഒന്നും തന്നെ എടുക്കുന്നില്ല. ഇതുപോലെ ഞാൻ ഈ ഒരു ഹൈഡ് ആൻഡ് സിക്കിൻ്റെ ഒരു ബോർബോൺ ബിസ്ക്കറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊരു പാക്കറ്റ് 150 ഗ്രാം ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ 300 ഗ്രാം ബിസ്ക്കറ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൈഡ് ആൻഡ് സിക്കിൻ്റെ ഈ ഒരു ബോർബോൺ ബിസ്ക്കറ്റ് നമുക്ക് ഇതുപോലെ പൊട്ടിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബിസ്ക്കറ്റ് തന്നെ നമ്മൾ എടുക്കണമെന്നില്ല കേട്ടോ. ഈ ഒരു ടൈപ്പുള്ള ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ് ഒക്കെ എടുത്താലും മതി. ബോർബോണിന്റെ ഈ ഒരു ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ ഈ ഒരു ക്രീം ഉണ്ടാവും. ഈ ഒരു ക്രീം നമ്മൾ എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ക്രീമോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് എല്ലാം തന്നെ നമുക്ക് മിക്സിയുടെ ഈ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഒട്ടും തന്നെ തരികളില്ലാത്ത രീതിയിൽ വേണം നമ്മളൊന്ന് പൊടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഒട്ടും തരികളില്ല കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബിസ്ക്കറ്റും കൂടെ നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ചെറിയ ജാറിലായതുകൊണ്ട് തന്നെ നമ്മൾ 2-3 തവണയായിട്ടൊന്ന് പൊടിക്കേണ്ടി വരും. അപ്പോൾ ബിസ്ക്കറ്റ് എല്ലാം തന്നെ ഞാൻ ഇവിടുന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ കട്ടകളായിട്ട് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. ഇതിലിപ്പോൾ കട്ടകളൊന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല ഫൈനായിട്ടാണ് ഞാനൊന്ന് പൊടിച്ചെടുത്തത്. ഇനി ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു പൊടിയെ എത്ര കപ്പ് ഉണ്ടെന്ന് ഞാനൊന്ന് അളന്ന് കാണിച്ചു തരാം. $250 ml ഒരു കപ്പിൽ 2 കപ്പും പിന്നെ ഒരു 1/4 കപ്പ് അടുത്ത് ബിസ്ക്കറ്റ് പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പൊടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ബേക്കിംഗ് പൗഡർ ആണ്. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ വേണം. നമ്മൾ ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1.5 ടീസ്പൂൺ വരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ പാലാണ്. പാല് നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിരുന്നാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ തണുപ്പ് പോയതിന് ശേഷം മാത്രം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. 250 ml പാല് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 250 ml പാല് ഞാൻ ഇതിലേക്ക് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. ഇതിപ്പോൾ കണ്ടില്ല, ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഒരു ബാറ്റർ. ഇതുപോലെ ഒട്ടും തന്നെ ഒരു കട്ടകളോ തരികളോ ഒന്നും തന്നെ കാണാൻ പാടില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കേക്കിൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ഒരു 5 മിനിറ്റ് മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് ഓവനകത്തൊന്നും വെച്ചിട്ടല്ല കേട്ടോ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാത്രത്തിലേക്ക് ഇതിലൊരു ബട്ടർ പേപ്പറും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഓയിൽ നന്നായിട്ട് ആ ഒരു പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയതായിട്ട് ഇതിലൊന്ന് കൊട്ടിക്കൊടുക്കുക, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു പാത്രം ഡയറക്റ്റ് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയല്ല. ഇതുപോലെ ഒരു പഴയൊരു പാൻ എടുക്കുക. ഈ ഒരു പാന് തീ കുറച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ച് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ ചെറിയ ഹോളുള്ള അടപ്പാണെങ്കിൽ നമ്മളൊരു അലുമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം, ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഒരു 25 to 30 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ടായിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇതുപോലെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ട് നമ്മളൊന്ന് കുത്തി നോക്കുക. അപ്പോൾ സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. നല്ല പോലെ തന്നെ ഒരു കേക്ക് ഒന്ന് തണുത്ത് വരണം. അപ്പോൾ കേക്കിൻ്റെ ഒരു ചൂടൊക്കെ മാറി അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിനുള്ളിൽ നിന്ന് ഈ ഒരു കേക്ക് നമുക്കിതുപോലെ എടുക്കാം. ഈ ഒരു ബട്ടർ പേപ്പറും കൂടെ എങ്ങനെ എടുത്ത് കളഞ്ഞേക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്കിതുപോലെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മിൽക്ക് സോസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് അളവിൽ പാലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്ത ഒരു വിപ്പിംഗ് ക്രീമിന് മധുരം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളെടുക്കുന്ന വിപ്പിംഗ് ക്രീമിന് മധുരം ഇല്ലെങ്കിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുറച്ചൊരു വാനില എസൻസിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്നൊരു പകുതിയോളം എടുത്ത് ഞാനൊന്ന് മാറ്റുകയാണ്. ഈ ഒരു പകുതിയിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു കേക്ക് ചെയ്യുന്നത് ഒരു റോസ് സിറപ്പിൻ്റെ ഒരു ഫ്ലേവറിലാണ് കേട്ടോ. നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവർ വേണമെങ്കിൽ സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കാം. പിസ്തയുടെ ഫ്ലേവർ വേണമെങ്കിൽ പിസ്ത എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ടേസ്റ്റ് തന്നെ നമ്മൾ കിട്ടണമെങ്കിൽ റോസ് സിറപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റോസ് സിറപ്പ് മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി ഒരു കേക്കിലേക്ക് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വെച്ചിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കേക്ക് പൊടിഞ്ഞു പോകരുത്, പതിയെ വേണം നമ്മൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു റോസ് സിറപ്പ് ഒന്നും ചേർക്കാതെ ഒരു പകുതിയോളം എടുത്തൊന്ന് മാറ്റി വെച്ചിരുന്നില്ലേ. അപ്പോൾ ഇത് നമുക്കൊരു കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഞാനൊരു മിൽക്ക് സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയത്തേക്ക് ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്രീം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമിന് മധുരം ഉള്ളതാണ്. നിങ്ങൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീമിന് മധുരം ഇല്ലെങ്കിൽ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൊണ്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഒരു ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു ക്രീമിൽ ഒരു റോസ് സിറപ്പിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ റോസ് സിറപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ക്രീമിന് കുറച്ചും കൂടി ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മാത്രം ഇതുപോലെ നമുക്കൊരു 2-3 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സ്ട്രോബെറി എസൻസോ പിസ്ത എസൻസോ ഒക്കെ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ക്രീം ഇവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു കേക്ക് ഞാനൊരു 20 മിനിറ്റോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് കവറാവുന്ന രീതിയിൽ വേണം നമുക്ക് ഒരു ക്രീം തേച്ച് കൊടുക്കാനാണ്. ഞാൻ ഒരു സൈഡ് കുറച്ചൊന്ന് വിട്ടിട്ടാണ് ഇതുപോലെ ക്രീം തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കേക്കിൽ ഇതുപോലെ ഒരു ക്രീം നല്ല പോലെ തന്നെ ഞാനൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിതിൽ കുറച്ച് ചോക്ലേറ്റും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മാത്രം. കാണുമ്പോൾ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 2-3 പിസ്തയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഇതിനെ നമുക്ക് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. ചെറിയതായിട്ട് തണുപ്പോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. ഏകദേശം 1 മണിക്കൂറൊക്കെ നമ്മളൊന്ന് വെച്ചിരുന്നാൽ മതി. 1 മണിക്കൂറിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇത് നമ്മൾ ആദ്യമേ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഒരു മിക്സാണ്. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു സോസ് ഇതുപോലെ ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സോസിൽ മുക്കിയിട്ട് വേണം നമ്മളൊരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ റോസ് സിറപ്പിൻ്റെ ഫ്ലേവറിലുള്ള നമ്മുടെ ഒരു ട്രസ്ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ ബേസ് ആണെങ്കിൽ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടപ്പെടാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും.
ഇൻഷാ അല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.